നമ്മളിപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ള ഇപ്പോൾ എൻ്റെ കൂടുതൽ പ്രോജക്ട്സും മിഡിൽ ഈസ്റ്റാണ്. നമ്മൾ ആഫ്രിക്കയിൽ ചെയ്യുന്നുണ്ട്, അങ്ങനെ പല സ്ഥലത്തും ചെയ്യും. പക്ഷേ കൂടുതലും UAE, സൗദി, ഒമാൻ, ഖത്തർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രോപ്സ് എന്ന് പറയുന്നത് ടൊമാറ്റോ ആണ്. പല ടൈപ്പ് ഓഫ് ടൊമാറ്റോസ് ഉണ്ട്. ചെറി ടൊമാറ്റോ, ബീഫ് ടൊമാറ്റോ, അങ്ങനെ പല ടൈപ്പ് ഓഫ് ടൊമാറ്റോസ് ഉണ്ട്. പിന്നെ ക്യാപ്സിക്കം ഗ്രോ ചെയ്യുന്നുണ്ട്, കളർഡ് ക്യാപ്സിക്കംസ് ഗ്രോ ചെയ്യുന്നുണ്ട്, സ്ട്രോബെറി ഗ്രോ ചെയ്യുന്നുണ്ട്, ബ്ലൂബെറീസ് ഗ്രോ ചെയ്യുന്നുണ്ട്, റാസ്ബെറി ഗ്രോ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പം കുക്കുംബർ ഗ്രോ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഒരുവിധം എല്ലാ ലെറ്റ്യൂസുകളും നമ്മൾ ഗ്രോ ചെയ്യുന്നുണ്ട്. എഗ് പ്ലാന്റ്സ് ഗ്രോ ചെയ്യുന്നുണ്ട്. അതായത് എഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് നോർമൽ നമ്മൾ ഇവിടെ കാണുന്ന നോർമൽ നമ്മൾ കട്ട് ചെയ്ത് കറിയിൽ ഉപയോഗിക്കുന്ന പോലത്തെ എഗ് പ്ലാന്റ്സ് അല്ല, സീഡ്ലെസ് ആയിട്ട് ഗ്രില്ല് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് എഗ് പ്ലാന്റ് ഉണ്ട്, അത് യൂസ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് നമുക്ക് എല്ലാ ക്രോപ്പുകളും, ഇപ്പോൾ നമുക്ക് ഈവൺ ക്യാബേജ് വേണേൽ ചെയ്യാം. പക്ഷേ അതിൽ വേറൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ അധികം പ്രൈസി അല്ലാത്ത ക്രോപ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുമ്പോൾ നമുക്കത് ഫീസിബിൾ ആവില്ല, കറൻ്റ്ലി ഫീസിബിൾ ആവില്ല. അപ്പോൾ ഇതിനെ ചലഞ്ചിങ് അല്ലെങ്കിൽ ഇതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും സിസ്റ്റം അല്ല, അതിൻ്റെ മാർക്കറ്റബിലിറ്റിയാണ്. അപ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സ്റ്റേജ് വന്നാൽ വി ക്യാൻ ഗ്രോ ഓൾമോസ്റ്റ് എനി ക്രോപ്പ്.